ഇപ്പോൾ സമയം 12:59. 1 മണിയായി കാണും ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ. ഉണ്ണി കമ്പനിക്കാരൻ്റെ ബർത്ത്ഡേക്ക് പോയേക്കുവാണ്. എനിക്ക് കേക്ക് കൊണ്ടുവന്ന് തന്നിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞ് വരാം, ഒന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് പോയതാണ്. എനിക്ക് ചോറ് വേണം. ഇന്ന് രാത്രി ഇവിടെ കഴിക്കാനായിട്ട് ബ്രെഡ് ഇസ്റ്റു ആയിരുന്നു. മീൻസ് മറ്റേ ഇസ്റ്റു അല്ല, കുറുമ, മറ്റേ എന്താ മറ്റേ 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 എന്താണെന്ന് എന്ത് അയ്യോ മറ്റേ പച്ച കളറിലൊരു സാധനം ഉണ്ടല്ലോ. അയ്യോ എൻ്റെ പേരെന്തായിരുന്നു? ഗ്രീൻ ബീൻസ് കുറുമ ആയിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷെ ഇപ്പോൾ ചോറ് വേണം. ചോറ് തിന്നേ പറ്റും. അല്ലെങ്കിൽ ചോറുള്ള ദിവസം എനിക്കതൊന്നും വേണ്ട. പക്ഷെ ഇപ്പം എനിക്ക് ചോറ് വേണം. സോ അപ്പോൾ നാളത്തേക്ക് കറി വെക്കാനുള്ള പച്ചക്കറി എന്താ ചീരയും പിന്നെ കോവയ്ക്ക വറുക്കാനായിട്ട് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. നമുക്ക് ചോറിന് വെക്കണം. ചോറ് വെച്ച് ചീരക്കറിയും വെച്ച് കോവക്കയും വറുത്ത് പയർ ഒലത്തയും കൂടി ചെയ്യാം. എനിക്കിഷ്ടമാണ് ചെറുപയർ ഒലത്തിയതൊക്കെ. അതും ഒലത്തി ഒരു പപ്പടവും വറുത്ത് ചോറ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. വിശപ്പല്ല, ഒരുമാതിരി കൊതി പോലെ വരുത്. നമുക്ക് പോയി ഉണ്ടാക്കാം. ഉണ്ടാക്കി വരുമ്പോൾ എത്ര മണിയാവുമെന്നറിയില്ല. പോയി ഉണ്ടാക്കി കഴിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. പോയി ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് തിളച്ചപ്പോഴേക്ക് നേരെ റൈസ് കുക്കറിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച്. കാരണം നമുക്ക് ആ സമയം കൊണ്ട് ഇത്രയും കറിയാവുന്ന സമയം കൊണ്ട് അതെപ്പോഴേക്കും വെന്ത് കിട്ടുമല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളിവിടെ അങ്ങനെയാണ് നോർമലി. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒരു ഇച്ചിരി നേരം വെച്ച് കഴിഞ്ഞിട്ട് അത് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എടുത്ത് വാർക്കുക, ആ ചൂടോടുകൂടി തന്നെ. അതാകുമ്പോൾ വെള്ളം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാനാണെങ്കിൽ ദൈവമേ വൊമിറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വന്ന പാടെ കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കഞ്ഞി തിളച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചീരയും പിന്നെ എന്താ കാണിച്ചു തരാം. നിങ്ങൾ സമയം നോക്കൂ ഗൈസ്. അയ്യോ എത്ര മണിയാ? ഞാൻ തലമുടി നോക്കാം. 1:30. എല്ലാവരും എഴുന്നേക്കും. തട്ടലും മുട്ടലും ഒക്കെ കേട്ട് വിശന്നിട്ടാണെങ്കിൽ വയറ് കത്തണം. വയറിൻ്റെ തള്ളക്ക് വിളിക്കാൻ തുടങ്ങി. ഞാൻ കാണിച്ചു. ഞാൻ ചീരയ്ക്ക് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീര അരിഞ്ഞ് വെച്ച് ഗോക്ക വറുക്കാൻ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി വെക്കാൻ എന്ത് വേണേലും അന്നേരം ഉണ്ടാക്കാം. പിന്നെ നല്ല കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ എനിക്കിപ്പോൾ കൺസീവായിരിക്കുന്നതുകൊണ്ട് ഉള്ളി പറ്റത്തില്ല. സോ ബാക്കിയുള്ളവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലിടുന്നില്ല, ഇതിലിടാൻ വേണ്ടി മാത്രം. വേറെ ഉള്ളി ഇല്ലെന്ന് പറഞ്ഞൊന്നും വരാൻ പോണില്ല. അപ്പോൾ അതൊന്നെ ഉണ്ടാക്കാം. അപ്പം നേരത്തെ തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചത് കൊണ്ടിട്ട് വലിയ പണിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഷടപടിയെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് എനിക്ക് ഉള്ളി സവാള അതൊന്നും ഒട്ടും പറ്റൂല ഈ സമയത്ത്. പിന്നെ ഞാൻ പറയണത് മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, മീൻസ് എങ്ങാനും അമ്മയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഉള്ളി കടിക്കാൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ 2 ഉള്ളി മാത്രം, അതും ചീരയിലേക്ക് മാത്രം ഇടാനായിട്ടാണ് എടുത്തത്. പയറിലും പിന്നെ കോവയ്ക്കയിലൊന്നും ഞാനതൊന്നും ഇടാറില്ല കേട്ടോ. പൊതുവേ ഞാനങ്ങനെ ഉള്ളിയൊന്നും അതിൽ ചേർക്കാറില്ല കോവയ്ക്ക. അങ്ങനെ കോവക്ക വറക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. സൗണ്ടൊക്കെ കേട്ടെല്ലാം ഇതാക്കണോണ്ട് പയറും മേടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ചീര ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ തേങ്ങയും കൂടി ഇട്ടൊന്ന് മേടിച്ച് എടുത്താൽ മതി. എന്താ ഇനി ഇതും കൂടി ഇതാക്കിയിട്ട് പപ്പടമൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചോറുമായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയ സമയം കൊണ്ട് ചോറ് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ചോറിന് ഒന്ന് തിളപ്പിച്ച് വറക്കണം. പിന്നെ ഗോക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. പയറും കൂടി ആയാൽ പിന്നെ ചീരയും കൂടി ഇട്ടൊന്ന് ഇടത്തിയെടുക്കണം ചീരയിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ണിനോട് ഞാൻ പറഞ്ഞാണ് കുറച്ച് കഴിച്ച് വന്നാൽ മതിയെന്ന്. പക്ഷെ ഉണ്ണി നേരത്തെ വന്നു. അപ്പോൾ ഞാൻ ഉണ്ണിനെ കൊണ്ട് ആ പപ്പടം അങ്ങോട്ട് വറുത്ത് വെച്ച് സമയം 2:15 സോറി 2:05. ഒരു 2:30 കഴിയുമായിരിക്കും എന്നാണ് എനിക്ക് നിഗമനം. വിശന്നിട്ട് വെള്ളം വെണ്ടയ്ക്കായി. വെണ്ടയ്ക്കല്ല ഗോവയ്ക്കായി, ചീരയായി. കുറച്ചറിയില്ല നമുക്ക് വറ്റിക്കാം. ചീരയായി ഇതും കൂടെ ആയാൽ അങ്ങനെ. ചോറൊക്കെ ഞാൻ നേരത്തെ തന്നെ വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയല്ല ആ സമയത്ത് ഞാൻ പിന്നെ കൈയോടെ ചൂടോടെ അതിനകത്ത് എടുത്തേക്കാന്ന് ഓർത്ത്. കാര്യം ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ണി കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ പൂസൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വിശന്നിട്ട് മീൻസ് ഇവൻ നേരത്തെ എഴുന്നേറ്റ് വരും എൻ്റെ കൂടെ. അടുക്കളയിൽ ഞാനെന്നല്ല ആര് കയറിയാലും അവന് വിശപ്പായതുകൊണ്ടിട്ട് ഇവൻ വന്ന് വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ ഉണ്ടാക്കി കഴിയണ വരും. ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ അത് എടുക്കണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും, നിർത്തൂല. പിന്നെ ഉണ്ണീനോട് ഞാൻ വൈകി വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണേലും അല്ലെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണേലും ഉണ്ണി എൻ്റെ കൂടെ ഉള്ളതൊന്നും ഇഷ്ടമല്ല. അതാണ് കാര്യം. പയർ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ അവൻ കിടന്ന് നല്ല ഒച്ചയാണ്. അപ്പോൾ അവനുള്ള കുറച്ച് ചോറ് പെരട്ടി കൊടുത്തിട്ട് വേണം റൂമിലേക്ക് കൊണ്ടുപോകാൻ. നിങ്ങളത് കൊടുക്കട്ടെ. അവിടെ കിടന്ന് ബഹളം തരാം ഇപ്പം തരാം. അങ്ങനെ പുസാന് ചോറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടോ. റൂമിൽ എന്നെയും ഞാൻ കൊണ്ടുവരുന്ന ചോറും കാത്ത് ഒരാളിരിപ്പുണ്ട്. കുറേ നേരമായിരുന്നു വെയിറ്റ് ചെയ്യുന്ന ആയില്ലേ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഉണ്ണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിലോട്ട് വരില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് ഉണ്ണി വരത്തില്ല. ഉണ്ണിക്കാണെങ്കിൽ മുഖം കാണിക്കരുത്, അത് കാണിക്കരുത്, ഇത് കാണിക്കരുത്, അങ്ങനെ കുറേ ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ പാലിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാം ഒന്നും ഞാനങ്ങനെ അനുസരിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉണ്ണിനോട് പറയുമായിരുന്നു, ഇവിടെ താനും വന്നിരിയോടോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനെന്ന് വിചാരിക്കുമെന്നൊക്കെ പറയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കാറില്ലെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.